എത്രയും സ്നേഹമുള്ളവരെ, മലയാള കലാസാഹിത്യ സമിതിയും പുനലൂർ ബാലൻ സ്മാരക മുനിസിപ്പൽ ലൈബ്രറിയും ഏപ്രിൽ 23 തൊട്ട് ജൂൺ 19 വരെ നടത്തുന്ന പുസ്തക ദിനാചരണ പരിപാടിയിൽ 11ാം പുസ്തക നിരൂപണ പരിപാടിയിലേക്ക് നിങ്ങളെവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. വൊക്കാബുർ ഫ്രാൻസിസ്കോ എന്നൊരു പുസ്തകമാണ് ഇന്നിവിടെ നിരൂപണം ചെയ്യുന്നത്. ബാബു പോളാണ് പുസ്തകം രചിച്ചിരിക്കുന്നത്. ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ ആ യുദ്ധത്തിൽ ഒരുപാട് ജനങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായപ്പോൾ ഈ യുദ്ധ ഭ്രാന്തൊന്ന് നിർത്ത്, നിങ്ങളൊന്ന് സമാധാനം സൃഷ്ടിക്കുക, സമാധാനത്തിലൂടെ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് ഉറച്ചൊരു നയമെടുത്ത ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം ആദ്യം വത്തിക്കാനിലെ പരമോന്നത നേതാവായി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വലിയൊരു ആഡംബര കാറിൽ പോകാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് നിശ്ചയിച്ചിരുന്നു. പക്ഷേ ആഡംബര കാറൊക്കെ ഒഴിവാക്കി അദ്ദേഹം ഒരു ബസ്സിലാണ് യാത്ര ചെയ്ത് പോന്നിട്ടുള്ളത്. കാരണം ലാളിത്യം, വിനയം, അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ചും സ്വർഗഭോഗികളോടും അതുപോലെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ വളരെ പുറന്തള്ളപ്പെട്ട ആളുകളോട് പോലും വളരെ സ്നേഹത്തോടും ഭവ്യതയോടും പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം യേശു ക്രിസ്തുവിൻ്റെ ഒരു എന്തൊക്കെ പറഞ്ഞാൽ മാതൃകാപരമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ തെരുവുകളിൽ വീണുകളിൽ മരിച്ചിട്ടുള്ള കുറേ പാവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അതുപോലെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിന് വേണ്ടി ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാനും അതുപോലെ സംബന്ധിച്ചിടത്തോളം ഒരു മതത്തിനപ്പുറത്ത് കുറേ വിശാലമായിട്ടുള്ള സ്നേഹം ഒഴുകി ചേർത്തിട്ടാണ്. പണ്ട് കാലത്ത് ചില യഥാർത്ഥ കർമ്മങ്ങൾ ചില പുരോഹിതന്മാർക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ആ തെറ്റിൻ്റെ പേരിൽ പോലും അദ്ദേഹം മാപയോഗിക്കപ്പെടേണ്ട ഒരു അവസ്ഥ വന്നു. മറ്റൊരു വിശേഷം എന്താ പറഞ്ഞില്ല, ഇവിടെ യുദ്ധവും അതുപോലെ വെടിയും അതുപോലെ സംബന്ധിച്ച് ബോംബ് സ്ഫോടനങ്ങളല്ല. ഇവിടെ മനുഷ്യ സ്നേഹവും സമാധാനവും ഉണ്ടാവും. സമാധാനമുള്ളവരുടെ മനുഷ്യരുടെ ഹൃദയത്തിൽ മാത്രമേ സ്നേഹം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയില്ലെങ്കിൽ സമാധാനവും സ്നേഹവും അതുപോലെ വിനയവും ലാളിത്യവും ഒക്കെ സ്നേഹിക്കപ്പെടുന്ന ഒരു ഇതാണ്. ഒരുപക്ഷെ അർജൻറ്റീനയുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഫുട്ബോളിനോടും ഒരു പ്രത്യേക ഒരു സ്നേഹമുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഒരു 21ാം വയസ്സിൽ അദ്ദേഹത്തിന് ഒരു അസുഖമുണ്ടായി. ആ അസുഖത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ചിന്താടിസ്ഥാനത്തിലാണ് അദ്ദേഹം ബ്രഹ്മചര്യ വ്രതത്തിലേക്കും പോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പുതിയ ചില ഇതൊക്കെ പറഞ്ഞതിൻ്റെ ദർശനങ്ങൾ, അതായത് ഇനിയുള്ള എന്തൊക്കെ പറഞ്ഞ പോലെ പുരോഹിതന്മാർ വിവാഹം കഴിക്കാനും അതുപോലെ സംബന്ധിച്ചോടുള്ള കഴിയുന്നത്ര ഒരിക്കലും ഒരു സമുദായത്തിൽ മാത്രമല്ല എല്ലാത്തരം മനുഷ്യർക്കും ഇവിടെ താമസിക്കാൻ വീടും അതുപോലെ പാർപ്പോട്ട് താമസിക്കാൻ വീടും ഭക്ഷണവും വേണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു മനുഷ്യ സ്നേഹിയാണ്. അദ്ദേഹത്തിൻ്റെ ദിവ്യമായിട്ടുള്ള അദ്ദേഹം പറഞ്ഞു, ഞാൻ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ്, ജനസേവനാണ്, ക്രിസ്തുവിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനോട് ഞാൻ പ്രവർത്തിക്കുന്നു. അതെ, ക്രിസ്തുവിൻ്റെ ഒരു വിനയവും ലാളിത്യവും അതുപോലെ പ്രവർത്തിക്കാൻ ശ്രമിച്ചത്. കാരണം തീരെ ചേരികളിൽ പോയി അവിടെയുള്ള ജനങ്ങൾക്ക് അതായത് കുർബാന സ്വീകരിക്കുകയും അതുപോലെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മൾ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന പല വ്യക്തികളുടെ മുന്നിൽ പോയി പിറന്നാൾ ആശംസകൾ പറയുന്നു. അവർക്ക് വേണ്ടി സേവനം ചെയ്യാനുമായിട്ട് നിലകൊണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എളിയ ജീവിതം ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല ഒരു മനുഷ്യരിൽ ഒന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ വിനയവും ലാളിത്യവും അദ്ദേഹത്തിൻ്റെ എന്താ പറഞ്ഞാൽ ക്രിസ്തീയ ധർമ്മങ്ങളോടുള്ള ആ ഒരു മാതൃകാപരമായിട്ടുള്ള ധർമ്മത്തെ എത്ര അഭിനന്ദിച്ചാലും എത്ര ആശ്ലേഷിച്ചാലും എത്ര നല്ല വാക്കുകളുണ്ട് പറഞ്ഞാൽ പറ്റില്ല. കാരണം യഥാർത്ഥത്തിൽ ഈശ്വരൻ്റെ വലിയൊരു അംശമാണ് ഫ്രാൻസിസ് പാപ്പ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ പുസ്തക നിരൂപണ പരിപാടിയിൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. കർദിനാൾ എല്ലാവരുടെയും ക്ലൈമറ്റ് ഹാളിൽ അശീതി കടന്നതിനാൽ കോൺക്ലേവിൽ പങ്കെടുക്കാതിരുന്നതിനും ഉൾപ്പെടുന്ന സദസ്സ് കർദിനാൾ എല്ലാം സഹ കർദിനാൾ എന്നാണ് ഫ്രാൻസിസ് സംബോധന ചെയ്തത്. മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥാനത്ത് എന്തെങ്കിലും ഒന്നാം മേശോ മുന്നിലോ ഇരിക്കാതെ കാസോ സന്നമർത്തയിൽ ഭക്ഷണത്തിരുന്നു. കർദിനാൾ പൗർണദാരെ മേശയിൽ മാറി ഇരുന്നു. പാപ്പ തൻ്റെ ഒക്കത്തിരുത്തിയാണ് കർദിനാൾമാരുടെ കൈ മുത്തി കോൺസ്രവറിൽ സ്വർണ്ണക്കുരിച്ച് വെച്ച് ധരിച്ചവരായിരുന്നു കർദിനാൾമാരിൽ ഏറെയും. രണ്ടാം നാൾ ആരും ഉണ്ടായിരുന്നില്ല അത്രേ. സ്വർണ്ണക്കുരിച്ച് ധരിച്ച പാപ്പിയെ കാണാൻ ഫ്രാൻസിസ് പ്രഭാവം തുടങ്ങാൻ 48 മണിക്കൂർ പോലും വേണ്ടി വന്നില്ല. എല്ലാവരും പുസ്തക നിരൂപണ പരിപാടി കാണണം, വിലയിരുത്തണമെന്ന് പഠിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പിടിച്ചെടുക്കുന്ന നന്ദി, നമസ്കാരം.